സമൂച്ചീസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും ഒരു സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവൽ പക്കോട. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അവില് കഴുകി വൃത്തിയാക്കി അതിന്റെ വെള്ളം എല്ലാം കളഞ്ഞെടുത്തിരിക്കുന്നതാണിത്. ഇത് ഞാൻ ബ്രൗൺ നിറത്തിലുള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് അവിലാണോ കിട്ടുന്നത്, വെളുത്തതാണെങ്കിലും ബ്രൗൺ നിറമാണെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് ഇതിന് എടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് 1 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തത്. ഇതൊരു വലിയ ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അടുത്തായി വേണ്ടത് ഒരു ചെറിയ സവോള ചെറുതായി മുറിച്ചത്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, അല്പം മല്ലിയില, ഒരു 3 പച്ചമുളക്. ഇതെല്ലാം ഞാൻ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു 1/4 കപ്പ് റവ, ആവശ്യത്തിന് ഉപ്പ്. ഇനി അവൽ പക്കോട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അവിലും ഉരുളക്കിഴങ്ങ്, സവോള, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, റവ, പിന്നെ ഈ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിന് കുഴച്ചെടുക്കുക. ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിനകത്തേക്ക് നമ്മളിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന അവിലിട്ട് കൊടുക്കുക. ഇത്തിരി ഡ്രൈ ആയിപ്പോയി. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് നനച്ചെടുക്കണം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ കുഴച്ച് വരുമ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുമെങ്കിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഇതൊന്ന് കുഴച്ച് നോക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. സവോള, ഇഞ്ചി വെളുത്തുള്ളി, മല്ലിയില, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എടുത്തിരുന്നത് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിരുന്നത് അതും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എടുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് കുഴയ്ക്കുക. സവോളയ്ക്കകത്തൊക്കെ വെള്ളം ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. കുഴച്ചിട്ട് വെള്ളത്തിൻ്റെ അംശം ഇല്ല എങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 തുള്ളിയെങ്കിലും വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അവലും ഉരുളക്കിഴങ്ങ്, സവോള ഇതെല്ലാം കൂടെ ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടമുള്ളത് ആ ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കണം. പരത്തിയോ നീളത്തിലോ ഓവർ ഷേപ്പിലോ ഏത് ഷേപ്പാണോ നമുക്ക് ഇഷ്ടം തോന്നുന്നത് ആ ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാം. ഞാൻ ഈ ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കാം. അതിങ്ങനെ റോൾ ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് നെക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഇത് കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണമെന്ന് മാത്രം, അല്ലെങ്കിൽ ഇത് വിട്ടുപോകും. കണ്ടതേ ഇതുപോലെ എല്ലാം തയ്യാറാക്കുക. പക്കോട എല്ലാം ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ചെയ്യുവാണ്. ഇതിന് കുറച്ചുകൂടെ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് അല്പം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഇതുപോലെ ഡയറക്റ്റ് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. എങ്കിലും ഞാൻ ഒന്ന് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുകയാണ്. 2 ബ്രെഡ് ക്രംസ് എടുത്ത് വയ്ക്കുക. അതിനകത്ത് ഇതൊന്ന് ഇങ്ങനെ മുക്കി കൊടുക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ യാതൊരു നിർബന്ധവും ഇല്ല. ഇതുപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക, അത്ര മാത്രം. ഇതുപോലെ എല്ലാം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. റൊട്ടിപ്പൊടിയൊക്കെ കോട്ട് ചെയ്തിട്ട് അവൽ പക്കോട ഇവിടെ റെഡിയായി. നമുക്കിനി ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. തീ അല്പം കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ആ ഉള്ളു വേഗത്തില്ല, പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും. പക്കോട ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. വളരെ ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായിട്ടുള്ള അവിൽ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.